ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത്, അതിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളടുത്ത് സംസാരിക്കുന്ന സമയത്താവട്ടെ, ചിലപ്പോഴെങ്കിലും നമുക്ക് വാക്കുകൾ കിട്ടാതെ വരാറുണ്ട്. എന്താ പറയേണ്ടതെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാറില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഇംഗ്ലീഷ് നമുക്ക് പറ്റിയതല്ല, ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാമർ റൂൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വാക്കുകൾ നമ്മൾ ഓർത്ത് വെക്കണം. ഇതൊക്കെ ആലോചിച്ചിട്ടായിരിക്കാം. ഗ്രാമർ റൂൾസിൻ്റെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഒരുപാട് വാക്കുകളൊന്നും അറിയില്ലെങ്കിലും ഈസി ആയിട്ട് സംസാരിച്ച് തുടങ്ങാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ റൂൾസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സെൻറ്റൻസുകൾ പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ റൂൾസ് വെച്ചിട്ട് പഠിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഇൻ്റലിജൻസ് ഒന്നും വേണ്ട ഒരു കാര്യമല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് കോൺഫിഡൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഐ ആം പ്ലസ് ING യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ഇത് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ആവശ്യം വരുന്നൊരു കാര്യമാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. എക്സാമ്പിൾസ് നോക്കുമ്പോൾ ക്ലിയർ ആവും. ഇപ്പം നീ എന്താ ചെയ്യുന്നത്? ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഞാൻ വായിക്കുകയാണ്. വായിക്കുന്നതിന് എന്താ പറയുന്നത്? റീഡ്. ഐ ആം പറഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്ന കാര്യം? അതിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കുകയാണ്. ഐ ആം റീഡിങ്. റീഡ് എന്ന് വെച്ചാൽ വായിക്കുക. ഐ ആം റീഡിങ്. ഞാൻ വായിക്കുകയാണ്. ഐ ആം റീഡിങ്. വായിക്കുകയാണെന്ന് പറഞ്ഞു, പക്ഷെ എന്താ വായിക്കുന്നത്? ഞാനൊരു ബുക്കാണ് വായിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ കൂടെ ചേർക്കാം. നമ്മൾ റീഡിംഗ് എന്ന് പറഞ്ഞതിന് ശേഷം എ ബുക്ക് എന്നും കൂടെ വെച്ചു. ഐ ആം റീഡിങ് എ ബുക്ക്. ഐ ആം റീഡിങ് എ ബുക്ക്. ഞാനൊരു ബുക്ക് വായിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളൊരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ എന്താ ചെയ്യുന്നത്? അപ്പോൾ ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി എങ്ങനെയായിരിക്കും ഉത്തരം പറയുന്നത്? കളിക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? പ്ലേ. ഐ ആം പ്ലേയിങ്. ഐ ആം പ്ലേയിങ്. നമ്മൾ റൂൾ ഓർക്കുക. ഐ ആം വെച്ചതിന് ശേഷം എന്താണ് നമ്മൾ പറയേണ്ടത്? അതിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കുകയാണ്. ഐ ആം കളിക്കുക എന്നുള്ളതിന് പ്ലേ. പ്ലേയുടെ കൂടെ ഒരു ING കൂടെ വെക്കുകയാണ്. ഐ ആം പ്ലേയിങ്. ഐ ആം പ്ലേയിങ്. ഐ ആം പ്ലേയിങ്. ഞാൻ കളിക്കുകയാണ്. എന്താ കളിക്കുന്നത്? ആ കുട്ടി ക്രിക്കറ്റാണ് കളിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും പറയുന്നത്? ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഐ ആം പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഇനി നമ്മൾ വീട്ടിൽ അമ്മയുടെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മ എന്താ ചെയ്യുന്നത്? അപ്പോൾ അമ്മ പറയുകയാണ്, ഞാൻ പാചകം ചെയ്യുന്നു. പാചകം ചെയ്യുന്നതിന് എന്താ പറയുന്നത്? കുക്ക്. ഐ ആം കുക്കിംഗ്. നമ്മുടെ റൂൾ ഓർക്കുക. എങ്ങനെയാണ് പറയേണ്ടത്? ഐ ആം പ്ലസ് ING. ഐ ആം കുക്കിംഗ്. ഐ ആം കുക്കിംഗ്. ഞാൻ പാചകം ചെയ്യുന്നു. ഐ ആം കുക്കിംഗ്. ഇനി അമ്മ കുക്ക് ചെയ്യുന്നത് ബിരിയാണി ആണെങ്കിലോ? ഐ ആം കുക്കിംഗ് ബിരിയാണി. ഐ ആം കുക്കിംഗ് ബിരിയാണി. ഞാൻ ബിരിയാണി കുക്ക് ചെയ്യുന്നു. എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ എഴുതുന്നു. എങ്ങനെ പറയാം? എഴുതുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? റൈറ്റ്. നമ്മുടെ റൂൾ ഓർക്കുക. ഐ ആം പ്ലസ് ING. ഐ ആം റൈറ്റിംഗ്. ഐ ആം റൈറ്റിംഗ്. ഞാൻ എഴുതുകയാണ്, അല്ലെങ്കിൽ ഞാൻ എഴുതുന്നു. ഐ ആം റൈറ്റിംഗ്. അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഒരു കഥയാണ്. അപ്പോൾ അയാൾ എന്തായിരിക്കും പറയുന്നത്? ഞാനൊരു കഥ എഴുതുകയാണ്. ഇതെങ്ങനെ പറയാം? ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. ആ സ്റ്റോറിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. ഞാനൊരു കഥ എഴുതുകയാണ്. ഇനിയിപ്പോൾ എന്നോടാണ് ചോദിക്കുന്നത് ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പറയുകയാണ്, ഞാൻ പഠിപ്പിക്കുകയാണ്. എങ്ങനെ പറയാം? പഠിപ്പിക്കുക എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ടീച്ച്. ഐ ആം പ്ലസ് ING വെച്ചിട്ട് പറയണം. എങ്ങനെ പറയാം? ഐ ആം ടീച്ചിങ്. ഐ ആം ടീച്ചിങ്. ഐ ആം ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ്. ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. ഇതെങ്ങനെ പറയാം? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഇതിൻ്റെ അവസാനം നമ്മൾ ഇംഗ്ലീഷും കൂടെ വെച്ചു. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? ഇപ്പം നിങ്ങൾ ചെയ്യുന്നത്, ഞാൻ ഈ വീഡിയോ കാണുന്നു. ഇതെങ്ങനെ പറയാം? കാണുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ വാച്ച് യൂസ് ചെയ്യുകയാണ്. നമ്മുടെ റൂൾ എന്തായിരുന്നു? ഐ ആം പ്ലസ് ING.
അപ്പോൾ വാച്ചിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കണം. ഐ ആം വാച്ചിങ്. എന്താ കാണുന്നത്? ഈ വീഡിയോ എന്ന് പറയാനായിട്ട് ദിസ് വീഡിയോ. ഐ എം വാച്ചിങ് ദിസ് വീഡിയോ. ഐ എം വാച്ചിങ് ദിസ് വീഡിയോ. ഐ എം വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോ കാണുന്നു. ഈ വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയാണല്ലേ. അപ്പോൾ അതെങ്ങനെ പറയാം? ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. പഠിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ലേൺ. നമ്മുടെ റൂൾ അനുസരിച്ച് ഐ ആം പ്ലസ് ING വെക്കണം. ലേണിൻ്റെ കൂടെ ING വെക്കണം. ഐ ആം ലേണിങ്. ഐ ആം ലേണിങ്. എന്താ പഠിക്കുന്നത്? ഇംഗ്ലീഷ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും കൂടെ അതിൻ്റെ കൂടെ വെക്കുകയാണ്. ഐ ആം ലേണിങ് ഇംഗ്ലീഷ്. ഐ ആം ലേണിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്പീക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യുകയാണ്, മെച്ചപ്പെടുത്തുകയാണ്. ഇതെങ്ങനെ പറയാം? മെച്ചപ്പെടുത്തുക എന്നുള്ളതിന് നമ്മൾ ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കണം. ഇംപ്രൂവിങ്. ഐ ആം ഇംപ്രൂവിങ്. എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നത്? എൻ്റെ സ്പീക്കിംഗ് സ്കിൽ. ഐ ആം ഇംപ്രൂവിങ് മൈ സ്പീക്കിംഗ് സ്കിൽസ്. ഐ ആം ഇംപ്രൂവിങ് മൈ സ്പീക്കിംഗ് സ്കിൽസ്. ഞാൻ എൻ്റെ സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുകയാണ്. എങ്ങനെ പറയാം? ഐ ആം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. ഐ ആം ഇംപ്രൂവിങ്. ഞാൻ മെച്ചപ്പെടുത്തുന്നു. മൈ ഇംഗ്ലീഷ്. എൻ്റെ ഇംഗ്ലീഷ്. ഐ ആം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. ഐ ആം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ്. അങ്ങനെ നമ്മൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുകയാണ്. ഞാൻ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. എങ്ങനെ പറയാം? സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് സ്പീക്ക്. അതിൻ്റെ കൂടെ ING കൂടെ വെക്കണം. ഐ ആം സ്പീക്കിംഗ്. ഐ ആം സ്പീക്കിംഗ്. ഞാൻ സംസാരിക്കുന്നു. എങ്ങനെയാണ് സംസാരിക്കുന്നത്? വിത്ത് കോൺഫിഡൻസ്. കോൺഫിഡൻസോടുകൂടി. ഐ ആം സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ്. ഞാൻ കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്നു. ഐ ആം സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ്. ഐ ആം സ്പീക്കിംഗ് വിത്ത് കോൺഫിഡൻസ്. അടുത്ത റൂളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ഇംഗ്ലീഷിൽ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് അടുത്ത റൂളിലേക്ക് കടക്കാം. റൂൾ നമ്പർ 2. നമ്മൾ റൂൾ 1 പറഞ്ഞത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെ പറയാമെന്നുള്ളതാണ്. ഇനി നമ്മൾ റൂൾ 2 പറയാൻ പോകുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞ കാര്യം, പൂർത്തിയാക്കിയ കാര്യം എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള റൂളാണ് ഐ ഹാവ് പ്ലസ് തേർഡ് ഫോം. അതായത് നമ്മൾ കുറേ വാക്കുകളുടെ V1, V2, V3 പഠിച്ചിട്ടില്ലേ? ഈ V3 ആണ് ഇവിടെ ഐ ഹാവ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കാം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നമ്മുടെ കുട്ടി ഹോംവർക്ക് ചെയ്യുന്ന സമയത്ത് ഹോംവർക്ക് കഴിഞ്ഞോ അല്ലെങ്കിൽ പൂർത്തിയാക്കിയോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടി പറയുകയാണ് ഞാൻ ഹോംവർക്ക് പൂർത്തിയാക്കി. അതായത് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത്? ഐ ഹാവ് പ്ലസ് തേർഡ് ഫോം വെച്ചിട്ടാണ് പറയേണ്ടത്. എങ്ങനെ പറയാം? പൂർത്തിയാക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഫിനിഷ്. അപ്പോൾ അതിൻ്റെ V3 എന്താണ്? ഫിനിഷ്, ഫിനിഷ്ഡ്, ഫിനിഷ്ഡ്. അപ്പോൾ V3 വരുന്നത് ഫിനിഷ്ഡ്. അപ്പോൾ ഐ ഹാവ് നമ്മൾ ആദ്യം വെച്ചു. അതിൻ്റെ കൂടെ V3 ഫോമാണ് വെക്കുന്നത്. ഫിനിഷ്ഡ്. ഐ ഹാവ് ഫിനിഷ്ഡ്. എന്താ ഫിനിഷ് ചെയ്തത്? ഹോംവർക്ക്. എൻ്റെ ഹോംവർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗൃഹപാഠം പൂർത്തിയാക്കി. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഇതും കഴിഞ്ഞൊരു കാര്യമാണ്. നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഇപ്പം ചെയ്തു കഴിഞ്ഞ കാര്യമാണ്. എങ്ങനെ നമുക്ക് പറയാം? ആദ്യം ഐ ഹാവ് വെച്ചു. അതിൻ്റെ കൂടെ നമ്മൾ എന്താ വെക്കേണ്ടത്? സംസാരിക്കുക എന്നുള്ളതിൻ്റെ തേർഡ് ഫോമാണ് വെക്കേണ്ടത്. സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? സ്പീക്ക്. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. അപ്പോൾ സ്പോക്കൺ ആണ് തേർഡ് ഫോം. അപ്പോൾ നമ്മൾ ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം സ്പോക്കൺ വെക്കുകയാണ്. ഐ ഹാവ് സ്പോക്കൺ. എന്തിനാണ് നമ്മൾ സംസാരിച്ചത്? ഇംഗ്ലീഷിൽ. ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ. ഐ ഹാവ് സ്പോക്കൺ ഇൻ ഇംഗ്ലീഷ്. ഐ ഹാവ് സ്പോക്കൺ ഇൻ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഞാൻ ഈ ലെസൺ അല്ലെങ്കിൽ ഈ പാഠം പൂർത്തിയാക്കി. നമ്മൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യം പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം പൂർത്തിയാക്കുക എന്നുള്ളതിൻ്റെ തേർഡ് ഫോമാണ് വെക്കേണ്ടത്. പൂർത്തിയാക്കുക എന്നുള്ളത് നമുക്ക് ഫിനിഷ് എന്നും പറയാം, അതുപോലെ തന്നെ കംപ്ലീറ്റ് എന്നും പറയാം. അപ്പോൾ കംപ്ലീറ്റിൻ്റെ തേർഡ് ഫോം എന്താണ്? കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. കംപ്ലീറ്റഡ്. ഐ ഹാവ് കംപ്ലീറ്റഡ്. ഞാൻ പൂർത്തിയാക്കി. എന്താ പൂർത്തിയാക്കിയത്? ഈ ലെസൺ അല്ലെങ്കിൽ ഈ പാഠം. ദിസ് ലെസൺ. ഐ ഹാവ് കംപ്ലീറ്റഡ്
this lesson. I have completed this lesson. I have completed this lesson. ഞാൻ ഈ പാഠം പൂർത്തിയാക്കി. നമ്മൾ ഈ ലെസണിൽ പഠിച്ചത് എന്താണ്? ഒരു പുതിയ റൂള് പഠിച്ചില്ലേ? അപ്പോൾ ഞാനൊരു പുതിയ റൂള് പഠിച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ നിയമം പഠിച്ചു. എങ്ങനെ പറയാം? ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം പഠിക്കുക എന്നുള്ളതിൻ്റെ തേർഡ് ഫോമാണ് വെക്കേണ്ടത്. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ലേൺ. ലേൺ, ലേൺഡ്, ലേൺഡ്. അപ്പോൾ നമ്മൾ ഐ ഹാവ് കഴിഞ്ഞിട്ട് ലേൺഡ് ആണ് വെക്കേണ്ടത്. ഐ ഹാവ് ലേൺഡ്. എന്താ പഠിച്ചത്? ഒരു പുതിയ നിയമം, എ ന്യൂ റൂൾ. എന്നാ പഠിച്ചത്? ഇന്ന്, ടുഡേ. ഐ ഹാവ് ലേൺഡ് എ ന്യൂ റൂൾ ടുഡേ. ഐ ഹാവ് ലേൺഡ് എ ന്യൂ റൂൾ ടുഡേ. ഞാൻ ഇന്നൊരു പുതിയ നിയമം പഠിച്ചു. ഐ ഹാവ് ലേൺഡ് എ ന്യൂ റൂൾ ടുഡേ. അങ്ങനെ നമ്മൾ പുതിയ റൂളൊക്കെ പഠിച്ച് സ്പീക്കിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ പറയാം? ഞാൻ എൻ്റെ സ്പീക്കിംഗ് സ്കിൽസ് മെച്ചപ്പെടുത്തി. മെച്ചപ്പെടുത്തുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഇംപ്രൂവ്. ഇംപ്രൂവിൻ്റെ തേർഡ് ഫോം എന്താണ്? ഇംപ്രൂവ്, ഇംപ്രൂവ്ഡ്, ഇംപ്രൂവ്ഡ്. അപ്പോൾ ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഇംപ്രൂവ്ഡ്. ഐ ഹാവ് ഇംപ്രൂവ്ഡ്. എന്താണ് ഇംപ്രൂവ് ചെയ്തത്? മൈ സ്പീക്കിംഗ് സ്കിൽസ്. ഐ ഹാവ് ഇംപ്രൂവ്ഡ് മൈ സ്പീക്കിംഗ് സ്കിൽസ്. ഐ ഹാവ് ഇംപ്രൂവ്ഡ് മൈ സ്പീക്കിംഗ് സ്കിൽസ്. ഐ ഹാവ് ഇംപ്രൂവ്ഡ് മൈ സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൂൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഐ ഹാവ് പ്ലസ് തേർഡ് ഫോം. ഈ റൂൾ വെച്ചിട്ടും നിങ്ങളൊരു സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് നമ്മളിപ്പോൾ പഠിച്ച ഈ റൂൾസ് വെച്ചിട്ട് ഈസി ആയിട്ട് പറയാൻ പറ്റും. അതെന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വാട്ട് ഹാവ് യു ലേൺ ടുഡേ? നിങ്ങൾ ഇന്ന് എന്താണ് പഠിച്ചത്? തെറ്റ് വന്നാലും കുഴപ്പമില്ല, ഉത്തരം പറയാനായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. ആൻസർ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നേരത്തെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ ആദ്യത്തെ റൂളിൽ? ഇല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിൻ്റെ ഉത്തരം ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താനായിട്ട് ഒരു വീഡിയോ കാണുന്നു. എങ്ങനെ പറയാം? ഐ എം വാച്ചിങ് എ വീഡിയോ. ഞാനൊരു വീഡിയോ കാണുന്നു. ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. എൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ. ഐ എം വാച്ചിങ് എ വീഡിയോ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഐ എം വാച്ചിങ് എ വീഡിയോ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. അതുപോലെ നിങ്ങളും ഒരു ആൻസർ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അടുത്ത ചോദ്യം, ഹാവ് യു ലേൺ സംതിങ് ന്യൂ? നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചോ? നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാനൊരു ആൻസർ പറയട്ടെ. നമ്മൾ എന്താ പഠിച്ചത്? 2 പുതിയ റൂൾസ് പഠിച്ചില്ലേ? പവർഫുൾ ആയിട്ടുള്ള 2 റൂൾസ് ഞാനിന്ന് പഠിച്ചു. എങ്ങനെ പറയാം? ഐ ഹാവ് ലേൺഡ്. ഞാൻ പഠിച്ചു. എന്താ പഠിച്ചത്? 2 പവർഫുൾ റൂൾസ്. പവർഫുൾ ആയിട്ടുള്ള 2 റൂൾസ്, 2 നിയമങ്ങൾ. ഇന്ന്, ടുഡേ. ഐ ഹാവ് ലേൺഡ് 2 പവർഫുൾ റൂൾസ് ടുഡേ. ഐ ഹാവ് ലേൺഡ് 2 പവർഫുൾ റൂൾസ് ടുഡേ. റിയൽ ലൈഫിൽ നമ്മളടുത്ത് ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമുക്ക് ഈ റൂൾസ് വെച്ചിട്ട് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വെയിറ്റർ വന്ന് നമ്മളടുത്ത് ചോദിക്കുകയാണ്, ആർ യു റെഡി ടു ഓർഡർ? നിങ്ങൾ ഓർഡർ ചെയ്യാൻ റെഡിയാണോ? നമ്മൾ എന്താ കഴിക്കേണ്ടതെന്ന് മെനുവിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതെങ്ങനെ റൂൾ 1 വെച്ചിട്ട് പറയാം? ഐ എം ലുക്കിംഗ് അറ്റ് ദ മെനു. ഐ എം ലുക്കിംഗ് അറ്റ് ദ മെനു. ഐ ആം പറഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുക എന്നുള്ള അർത്ഥത്തിൽ ലുക്ക് വെച്ചു. അതിൻ്റെ കൂടെ ING കൂടെ ചേർത്തിട്ട് ലുക്കിംഗ്. ഐ ആം ലുക്കിംഗ്. എന്താ നോക്കുന്നത്? അറ്റ് ദ മെനു. മെനുവിൽ നോക്കുകയാണ്. അറ്റ് ദ മെനു. ഐ എം ലുക്കിംഗ് അറ്റ് ദ മെനു. ഞാൻ മെനുവിൽ നോക്കുകയാണ്. ഐ എം ലുക്കിംഗ് അറ്റ് ദ മെനു. ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റൂൾ 1 വെച്ചിട്ടാണ് ഉത്തരം പറഞ്ഞത്. ഇനി വെയിറ്റർ നമ്മളടുത്ത് വീണ്ടും ചോദിക്കുകയാണ്, ഹാവ് യു ഡിസൈഡഡ് വാട്ട് ടു ഈറ്റ്? എന്താ കഴിക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോ? അപ്പോൾ നമ്മളൊരു ബിരിയാണി സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞൊരു കാര്യമാണ്. എങ്ങനെ നമുക്ക് രണ്ടാമത്തെ റൂൾ വെച്ചിട്ട് പറയാം? ഐ ഹാവ് ചൂസൺ ബിരിയാണി. ചൂസ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുക. ഇതിൻ്റെ V3 ഫോം എന്താണ്? നമ്മൾ ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം V3 ആണ് വെക്കുന്നത്. ചൂസ്, ചോസ്, ചൂസൺ. ചൂസൺ. ഐ ഹാവ് ചൂസൺ. ഐ ഹാവ് ചൂസൺ ബിരിയാണി. ഞാൻ ബിരിയാണി തിരഞ്ഞെടുത്തു. ഐ ഹാവ് ചൂസൺ ബിരിയാണി. അപ്പോൾ ഇവിടെ നമ്മൾ റൂൾ 2 വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞൊരു കാര്യം പറഞ്ഞു. ഇനി വേറൊരു സിറ്റുവേഷൻ നോക്കാം. നമ്മളൊരു ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു ചോദ്യം വരികയാണ്, ടെൽ മീ അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയൂ. ഞാൻ 2 വർഷം സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് രണ്ടാമത്തെ റൂൾ വെച്ചിട്ട് പറയാം? അപ്പോൾ ഐ ഹാവ് കഴിഞ്ഞതിന് ശേഷം വർക്കിൻ്റെ തേർഡ് ഫോമാണ് വെക്കേണ്ടത്. വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ്. ഐ ഹാവ് വർക്ക്ഡ്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. എന്തായിട്ടാ? ആസ് എ സെയിൽസ് എക്സിക്യൂട്ടീവ്. സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഫോർ 2 years, 2 വർഷം.
I have worked as a sales executive for 2 years. I have worked as a sales executive for 2 years. വീണ്ടും അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് നൗ? നിങ്ങൾ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഉത്തരമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ കരിയറിൽ വളരാൻ വേണ്ടിയിട്ട് എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നു. ഇവിടുത്തെ ചോദ്യം എന്താണ്? നിങ്ങൾ ഇപ്പം എന്താ ചെയ്യുന്നത്? അപ്പം നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റൂൾ 1 വെച്ചിട്ടാണ് ഉത്തരം പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഐ ആം പറഞ്ഞു. ഐ ആം മെച്ചപ്പെടുത്തുക എന്നുള്ളതിന് നമ്മൾ ഇംപ്രൂവ് എന്നാണ് പറയുന്നത്. ഐ ആം ഇംപ്രൂവിങ്. എന്താ ഇംപ്രൂവ് ചെയ്യുന്നത്? മൈ ഇംഗ്ലീഷ്, എൻ്റെ ഇംഗ്ലീഷ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗ്രോ ഇൻ മൈ കരിയർ. ഗ്രോ എന്ന് വെച്ചാൽ വളരുക. ടു ഗ്രോ ഇൻ മൈ കരിയർ, എൻ്റെ കരിയറിൽ വളരാൻ. ഐ എം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് ടു ഗ്രോ ഇൻ മൈ കരിയർ. ഐ എം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് ടു ഗ്രോ ഇൻ മൈ കരിയർ. നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമ്മളടുത്ത് ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അതിൻ്റെ ഉത്തരം പറയും. പക്ഷെ അതുപോലെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് പലർക്കും അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 സിമ്പിൾ റൂൾസ് യൂസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം. ആദ്യത്തെ റൂൾ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ചെയ്യുന്നൊരു കാര്യം ചോദിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് റൂൾ വെച്ചിട്ട് ചോദിക്കാം. അതായത് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, നീ പഠിക്കുകയാണോ? അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് റൂൾ വെച്ചിട്ട് ചോദിക്കാം, ആർ യു പ്ലസ് ING. എക്സാമ്പിൾസ് നോക്കുമ്പോൾ ക്ലിയർ ആവും. നീ കളിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? നമ്മുടെ റൂൾ ഓർക്കുക, ആർ യു പ്ലസ് ING. ആർ യു പറഞ്ഞതിന് ശേഷം കളിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? പ്ലേ. പ്ലേയുടെ കൂടെ ING കൂടെ വെക്കണം. പ്ലേയിങ്. ആർ യു പ്ലേയിങ്? നീ കളിക്കുകയാണോ? ആർ യു പ്ലേയിങ്? നീ വായിക്കുകയാണോ? നമ്മുടെ റൂൾ ഓർക്കുക, ആർ യു പ്ലസ് ING. ആർ യു വെച്ചു. വായിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? റീഡ്. ആർ യു റീഡിങ്? ആർ യു റീഡിങ്? നീ വായിക്കുകയാണോ? ആർ യു റീഡിങ്? എന്തായിരിക്കും വായിക്കുന്നത്? ഒരു പുസ്തകമാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നീ ഈ പുസ്തകം വായിക്കുകയാണോ? ആർ യു റീഡിങ്? നീ വായിക്കുകയാണോ? അതിൻ്റെ കൂടെ നമ്മൾ ദിസ് ബുക്ക് എന്നും കൂടെ ചേർക്കുകയാണ്, ഈ പുസ്തകം. ആർ യു റീഡിങ് ദിസ് ബുക്ക്? ആർ യു റീഡിങ് ദിസ് ബുക്ക്? നീ ഈ പുസ്തകം വായിക്കുകയാണോ? നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കുകയാണോ? നമ്മൾ റൂൾ അനുസരിച്ചിട്ട് ആർ യു കഴിഞ്ഞതിന് ശേഷം കഴിക്കുക എന്നുള്ളതിന് എന്താ പറയുന്നത്? ഈറ്റ്. ഈറ്റിൻ്റെ കൂടെ നമ്മളൊരു ING കൂടെ വെക്കുകയാണ്. ആർ യു ഈറ്റിംഗ്? ആർ യു ഈറ്റിംഗ്? നിങ്ങൾ കഴിക്കുകയാണോ? എന്താ കഴിക്കുന്നത്? ഡിന്നർ. ആർ യു ഈറ്റിംഗ് ഡിന്നർ? ആർ യു ഈറ്റിംഗ് ഡിന്നർ? നിങ്ങൾ ഡിന്നർ കഴിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ അത്താഴം കഴിക്കുകയാണോ? ആർ യു ഈറ്റിംഗ് ഡിന്നർ? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ? ആർ യു വെച്ച് തുടങ്ങുകയാണ്. വെയിറ്റിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കണം. ആർ യു വെയിറ്റിംഗ്? ആർ യു വെയിറ്റിംഗ്? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണോ? ഫോർ സമ്മൺ. ആർക്കെങ്കിലും വേണ്ടി. ആർ യു വെയിറ്റിംഗ് ഫോർ സമ്മൺ? ആർ യു വെയിറ്റിംഗ് ഫോർ സമ്മൺ? നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ? ആർ യു വെയിറ്റിംഗ് ഫോർ സമ്മൺ? നീ ഹോംവർക്ക് ചെയ്യുകയാണോ? ആർ യു വെച്ച് തുടങ്ങി ചെയ്യുക എന്നുള്ളതിന് ഡു. ഡൂവിൻ്റെ കൂടെ ഒരു ING കൂടെ വെക്കുകയാണ്. ആർ യു ഡൂയിങ്? ആർ യു ഡൂയിങ്? നീ ചെയ്യുകയാണോ? എന്താ ചെയ്യുന്നത്? ഹോംവർക്ക്. ആർ യു ഡൂയിങ് ഹോംവർക്ക്? ആർ യു ഡൂയിങ് ഹോംവർക്ക്? നീ ഹോംവർക്ക് ചെയ്യുകയാണോ? നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോ? ആർ യു കഴിഞ്ഞതിന് ശേഷം പോവുക എന്നുള്ളതിന് എന്താ പറയുന്നത്? ഗോ. അതിൻ്റെ കൂടെ നമ്മൾ ING വെക്കുകയാണ്. ആർ യു ഗോയിങ്? ആർ യു ഗോയിങ്? നിങ്ങൾ പോവുകയാണോ? അവിടെ. ദർ. ആർ യു ഗോയിങ് ദർ? നിങ്ങൾ അങ്ങോട്ട് പോവുകയാണോ? അല്ലെങ്കിൽ അവിടെ പോവുകയാണോ? ആർ യു ഗോയിങ് ദർ? ആർ യു ഗോയിങ് ദർ? നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കുകയാണോ? ആർ യു ഉണ്ടാക്കുക എന്നുള്ളതിന് മേക്ക്. അതിൻ്റെ കൂടെ ING കൂടെ വെക്കുകയാണ്. ആർ യു മേക്കിംഗ്? നിങ്ങൾ ഉണ്ടാക്കുകയാണോ? ആർ യു മേക്കിംഗ്? എന്താ ഉണ്ടാക്കുന്നത്? ഡിന്നർ. ആർ യു മേക്കിംഗ് ഡിന്നർ? ആർ യു മേക്കിംഗ് ഡിന്നർ? നിങ്ങൾ ഡിന്നർ ഉണ്ടാക്കുകയാണോ? ആർ യു മേക്കിംഗ് ഡിന്നർ? നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണോ? ആർ യു ഡ്രൈവിംഗ്? ആർ യു ഡ്രൈവിംഗ്? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വീഡിയോ കാണുകയാണല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുകയാണോ? എങ്ങനെ പറയാം? നമ്മുടെ റൂൾ അനുസരിച്ചിട്ട് ആർ യു വയ്ക്കുക. അതിനുശേഷം കാണുക അല്ലെങ്കിൽ നിരീക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിൽ വാച്ച് വയ്ക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ING കൂടെ ചേർക്കണം. ആർ യു വാച്ചിങ്? ആർ യു വാച്ചിങ്? എന്താ കാണുന്നത്? ദിസ് വീഡിയോ. ഈ വീഡിയോ. ആർ യു വാച്ചിങ് ദിസ് വീഡിയോ? ആർ യു വാച്ചിങ് ദിസ് വീഡിയോ? നിങ്ങൾ ഈ വീഡിയോ കാണുകയാണോ? ആർ യു വാച്ചിങ് ദിസ് വീഡിയോ? നിങ്ങൾ എൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? ആർ യു പഠിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ലേൺ.
ലേണിൻ്റെ കൂടെ ING വെക്കണം. ആർ യു ലേണിംഗ്? ആർ യു ലേണിംഗ്? നിങ്ങൾ പഠിക്കുകയാണോ? ആർ യു ലേണിംഗ്? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? എന്താ പഠിക്കുന്നത്? ഇംഗ്ലീഷ്. ആർ യു ലേണിംഗ് ഇംഗ്ലീഷ്? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? എൻ്റെ കൂടെ, വിത്ത് മീ. ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് മീ? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് മീ? നിങ്ങൾ എൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കുകയാണോ? ആർ യു ലേണിംഗ് ഇംഗ്ലീഷ് വിത്ത് മീ? നീ പഠിക്കുകയാണോ? സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം, ആർ യു സ്റ്റഡിയിങ്? ആർ യു സ്റ്റഡിയിങ്? സ്റ്റഡി എന്ന് വെച്ചാൽ പഠിക്കുക. അതിൻ്റെ കൂടെ ING കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. ആർ യു സ്റ്റഡിയിങ്? ആർ യു സ്റ്റഡിയിങ്? നീ പഠിക്കുകയാണോ? അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണോ? അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് നീ പഠിക്കുകയാണോ, നീ കളിക്കുകയാണോ, അല്ലെങ്കിൽ നീ പാട്ട് പാടുകയാണോ, ഇങ്ങനെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് റൂൾ വെച്ചിട്ട് ചോദിക്കാം, ആർ യു പ്ലസ് ING. ആർ യു പ്ലസ് ING. അപ്പോൾ ആദ്യത്തെ റൂൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണോ? എങ്ങനെ ചോദിക്കാം? താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൂൾ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ചോദ്യം ഉണ്ടാക്കിയിട്ട് അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ റൂൾ നോക്കാം. കഴിഞ്ഞതാണെങ്കിലും ഇപ്പോഴും പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഈ സമയത്ത് നമുക്ക് ഹാവ് യു പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്തിട്ട് ചോദിക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂൾ. ചെയ്തിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ, പോയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് നമുക്ക് ഈ റൂൾ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാവ് യു പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്തിട്ട് ഈ ചോദ്യം ചോദിക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഹാവ് യു വെച്ചു. കാണുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്താ പറയുന്നത്? മീറ്റ്. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? മീറ്റ്, മെറ്റ്, മെറ്റ്. അപ്പോൾ ഹാവ് യു കഴിഞ്ഞതിന് ശേഷം മെറ്റ്. ഹാവ് യു മെറ്റ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹിം, അവനെ. ഹാവ് യു മെറ്റ് ഹിം? നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടോ? മുമ്പ് എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ബിഫോർ. ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? ഹാവ് യു മെറ്റ് ഹിം ബിഫോർ? നിങ്ങൾ അവനെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഏത് റൂൾ യൂസ് ചെയ്യാം? സെക്കൻഡ് റൂൾ. ഹാവ് യു പ്ലസ് വേർബിൻ്റെ തേർഡ് ഫോം യൂസ് ചെയ്തിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ആദ്യം ഹാവ് യു വെച്ചു. ഇവിടെ നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. വായിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് റീഡ്. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? റെഡ്. റെഡ്. ഹാവ് യു കഴിഞ്ഞതിന് ശേഷം റെഡ്. ഹാവ് യു റെഡ്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം? ദിസ് ബുക്ക്. ഹാവ് യു റെഡ് ദിസ് ബുക്ക്? നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഹാവ് യു റെഡ് ദിസ് ബുക്ക്? നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഹാവ് യു റെഡ് ദിസ് ബുക്ക്? നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സബ്സ്ക്രൈബിൻ്റെ തേർഡ് ഫോം എന്താണ്? സബ്സ്ക്രൈബ്ഡ്. ഹാവ് യു സബ്സ്ക്രൈബ്ഡ്? ഹാവ് യു സബ്സ്ക്രൈബ്ഡ്? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ? ഹാവ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ? നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ? നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടോ? ട്രൈ. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? ട്രൈഡ്. ഹാവ് യു എവർ ട്രൈഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രൈഡ്? എന്ത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൈദരാബാദി ബിരിയാണി. ഹാവ് യു എവർ ട്രൈഡ് ഹൈദരാബാദി ബിരിയാണി? നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദരാബാദി ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ടോ? ഹാവ് യു എവർ ട്രൈഡ് ഹൈദരാബാദി ബിരിയാണി? നീ നിൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റിൻ്റെ തേർഡ് ഫോം വയ്ക്കണം. കംപ്ലീറ്റ്, കംപ്ലീറ്റഡ്, കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മളിവിടെ ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കംപ്ലീറ്റഡ് വെച്ചു. ഹാവ് യു കംപ്ലീറ്റഡ്? നീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ യുവർ ഹോംവർക്ക്? നിൻ്റെ ഹോംവർക്ക്. ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നീ നിൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഹോംവർക്ക്? നീ അവക്കാഡോ കഴിച്ചിട്ടുണ്ടോ? കഴിക്കുക എന്നുള്ളതിന് ഈറ്റ്. അതിൻ്റെ തേർഡ് ഫോം ഈറ്റൺ. ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. ഹാവ് യു കഴിഞ്ഞതിന് ശേഷം ഈറ്റൺ. ഈറ്റിൻ്റെ തേർഡ് ഫോം വെച്ചു. ഹാവ് യു ഈറ്റൺ? ഹാവ് യു ഈറ്റൺ? നീ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൺ അവക്കാഡോ? നീ അവക്കാഡോ കഴിച്ചിട്ടുണ്ടോ? ഹാവ് യു ഈറ്റൺ അവക്കാഡോ? നീ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കാണുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? സി. ഇതിൻ്റെ തേർഡ് ഫോം എന്താണ്? സി, സോ,
സീൻ. അപ്പോൾ നമ്മളിവിടെ സീനാണ് വയ്ക്കേണ്ടത്. ഹാവ് യു സീൻ? ഹാവ് യു സീൻ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെയാ? മോഹൻലാൽ. ഹാവ് യു സീൻ മോഹൻലാൽ? നിങ്ങൾ മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മോഹൻലാൽ? ഹാവ് യു സീൻ മോഹൻലാൽ? നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേൾക്കുക എന്നുള്ളത് നമ്മൾ എന്താ പറയുന്നത്? ഹിയർ. ഇതിൻ്റെ തേർഡ് ഫോം ഹേർഡ്. ഹാവ് യു ഹേർഡ്? നീ കേട്ടിട്ടുണ്ടോ? ദിസ് സോങ്. ഈ പാട്ട്. ഹാവ് യു ഹേർഡ് ദിസ് സോങ്? നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ദിസ് സോങ്? ഹാവ് യു ഹേർഡ് ദിസ് സോങ്? നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? നീ എൻ്റെ പേന കണ്ടിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഹാവ് യു കഴിഞ്ഞതിന് ശേഷം കാണുക, സീ. ഇതിൻ്റെ തേർഡ് ഫോം സീൻ. ഹാവ് യു സീൻ? നീ കണ്ടിട്ടുണ്ടോ? മൈ പെൻ. ഹാവ് യു സീൻ മൈ പെൻ? നീ എൻ്റെ പേന കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ പെൻ? നീ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു. പ്രാക്ടീസിൻ്റെ തേർഡ് ഫോം പ്രാക്ടീസ്ഡ്. ഹാവ് യു പ്രാക്ടീസ് ടുഡേ? ഹാവ് യു പ്രാക്ടീസ് ടുഡേ? നീ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കുക എന്നുള്ളതിന് നമ്മൾ സ്പീക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തേർഡ് ഫോം സ്പോക്കൺ. ഹാവ് യു എവർ സ്പോക്കൺ? നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇംഗ്ലീഷ്. ഹാവ് യു എവർ സ്പോക്കൺ ഇംഗ്ലീഷ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? വിത്ത് കോൺഫിഡൻസ്. കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടെ. ഹാവ് യു എവർ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ്? ഹാവ് യു എവർ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് കോൺഫിഡൻസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൂള് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞൊരു കാര്യമാണെങ്കിലും ഇപ്പോഴും പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത്, അതായത് തീർത്തും കഴിഞ്ഞ കാര്യമല്ല, ഇപ്പോഴും അതിന് പ്രസക്തിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ, നീ അത് കഴിച്ചിട്ടുണ്ടോ, അവിടെ പോയിട്ടുണ്ടോ, അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് ഈസി ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ടാമത്തെ റൂള് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഫോൺ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ചോദിക്കാം? താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു റൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു ചോദ്യം ഉണ്ടാക്കി അതും കൂടെ താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി നമുക്ക് റിയൽ ലൈഫിൽ എങ്ങനെ ഈ റൂൾസ് യൂസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതും കൂടെ നോക്കാം. നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പോവാണ്. അതായത് എവിടെയോ പോവാണെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവിടെ പോവാണ്. അപ്പോൾ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് ഇയാളുടെ അടുത്ത് ചോദിക്കുകയാണ്, നീ ഇന്ന് അവിടെ പോവാണോ? എങ്ങനെ ചോദിക്കാം? നമ്മുടെ ആദ്യത്തെ റൂൾ വെച്ചിട്ട് നമുക്കിത് ചോദിക്കാം. ആർ യു പ്ലസ് ING. ആർ യു ഗോയിങ്? ആർ യു ഗോയിങ്? നീ പോവാണോ? ദർ. അവിടെ. ആർ യു ഗോയിങ് ദർ? നീ അവിടെ പോവാണോ? ആർ യു ഗോയിങ് ദർ? അപ്പോൾ ഫ്രണ്ട് പറയാണ്, ഇല്ല, എനിക്കിന്ന് അവിടെ പോവാൻ കഴിയില്ല. നോ, ഐ കാൺ ഗോ ദർ ടുഡേ. നോ, ഇല്ല, ഐ കാൺ ഗോ ദർ. എനിക്കവിടെ പോവാൻ കഴിയില്ല. ടുഡേ, ഇന്ന്. നോ, ഐ കാൺ ഗോ ദർ ടുഡേ. ഇല്ല, എനിക്കിന്ന് അവിടെ പോവാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും ചോദ്യം വരികയാണ്, ഇപ്പം നീ TV കാണുകയാണോ? നമ്മുടെ ഫസ്റ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് ഈ ചോദ്യവും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ആർ യു വാച്ചിങ് TV റൈറ്റ് നൗ? ആർ യു വാച്ചിങ്? ആർ യു കഴിഞ്ഞതിന് ശേഷം വാച്ചിൻ്റെ കൂടെ ING വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ആർ യു വാച്ചിങ് TV? നീ TV കാണുകയാണോ? റൈറ്റ് നൗ, ഇപ്പോൾ. ആർ യു വാച്ചിങ് TV റൈറ്റ് നൗ? നീ ഇപ്പോൾ TV കാണുകയാണോ? അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, അല്ല, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. ഇതെങ്ങനെ പറയാമെന്നുള്ളത് നമ്മൾ ആദ്യത്തെ ലെസണിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ ആമിൻ്റെ കൂടെ ING വെച്ചിട്ട് പറയാം. ഐ ആം കഴിഞ്ഞതിന് ശേഷം റീഡിൻ്റെ കൂടെ ING വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ലെസണിൽ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നോ, ഐ എം റീഡിങ് എ ബുക്ക്. അല്ല, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. നോ, ഐ എം റീഡിങ് എ ബുക്ക്. അല്ല, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. വീണ്ടും പറയുകയാണ്, കൊള്ളാം, നീ ഈയിടെ രസകരമായ പുസ്തകങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇത് നമുക്ക് രണ്ടാമത്തെ റൂൾ വെച്ചിട്ട് പറയാം. എങ്ങനെ പറയാം? നൈസ്, ഹാവ് യു റെഡ് എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ലേറ്റ്ലി? ഹാവ് യു കഴിഞ്ഞതിന് ശേഷം റീഡിൻ്റെ തേർഡ് ഫോം ഹാവ് യു റെഡ്? നീ വായിച്ചിട്ടുണ്ടോ? എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ്, ഏതെങ്കിലും രസകരമായ പുസ്തകങ്ങൾ. ഈ ഈയിടെ എന്ന് പറയാനായിട്ടാണ് ലേറ്റ്ലി വെച്ചത്. നൈസ്, ഹാവ് യു റെഡ് എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ലേറ്റ്ലി? നൈസ്, ഹാവ് യു റെഡ് എനി ഇൻട്രസ്റ്റിംഗ് ബുക്സ് ലേറ്റ്ലി? ഇതിന് മറുപടിയായിട്ട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും യു ക്യാൻ വിൻ വായിച്ചിട്ടുണ്ടോ? അത് അമേസിംഗ് ആണ്, അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്നതാണ്. എങ്ങനെ പറയാം? യെസ്, ഹാവ് യു എവർ റെഡ് യു ക്യാൻ വിൻ? ഇറ്റ്സ് അമേസിംഗ്. യെസ്, ഹാവ് യു എവർ റെഡ് യു ക്യാൻ വിൻ? ഇറ്റ്സ് അമേസിംഗ്. ഇതിന് ഉത്തരമായിട്ട് പറയുകയാണ്, ഇല്ല, നോ, ഐ ഹാവിൻറ്റ്. നോ, ഐ ഹാവിൻറ്റ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ
ബൈ.